നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് കടുപ്പിച്ച കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRA കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തിവന്നാലും നിലപാട് ഇനിയും പറയേണ്ടി വരുമെന്ന് ദീപിക. കണ്ടശാങ്കടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര സ്വദേശി ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കർണാടകയിലെ ചിക്കമാംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവറമഠത്തിൽ നടന്നു. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലായെത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യ വിരുദ്ധർ ചെളി തേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. വാർത്തകൾ വിശദമായി. ജനവിധിയുടെ ബൂത്തുതല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. ജില്ലാ നേതൃയോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2021 അപേക്ഷിച്ച് 3.35% മാത്രമാണ് വർധനവ്. പോളിംഗിൽ മുന്നിൽ നിൽക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ താഴെ തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് 3 മുന്നണികളും പ്രാഥമിക വിലയിരുത്തൽ നടത്തി. 79.5% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഒല്ലൂരിൽ മലയോര മേഖലകളിലുണ്ടായ കനത്ത പോളിംഗ് അനുകൂലമായി വിലയിരുത്തുകയാണ് LDFും UDFും. പട്ടയ വിതരണത്തിലെ മുന്നേറ്റം K രാജൻ അനുകൂലമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ അനുകൂലമായുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് UDFും പറയുന്നു. പോളിംഗിൽ പിന്നിൽ നിൽക്കുന്ന തീരദേശ മണ്ഡലങ്ങളിൽ അതിന്റെ കാരണങ്ങളും മുന്നണികൾ വിലയിരുത്തി. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യവും ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും മൂലം നിരവധി പ്രവാസികൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്. ജില്ലയിൽ പോളിംഗിൽ പിന്നിൽ നിൽക്കുന്ന ഇവിടെ നില ഭദ്രമെന്നാണ് LDF വിലയിരുത്തൽ. മാറ്റത്തിന്റെ കാറ്റ് താഴെ തലങ്ങളിലുണ്ടെന്ന് UDFും കരുതുന്നു. BJP ക്യാമ്പിലും വോട്ട് കണക്ക് 30,000-അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളായ തൃശൂരും നാട്ടികയിലും പോളിംഗ് ഉയർന്നു. തൃശൂരിൽ UDF വിജയം ഉറപ്പിക്കുമ്പോൾ LDF സന്ദേഹത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന ഘടകങ്ങൾ അകന്നുപോയിട്ടില്ലെങ്കിൽ താമര വിരിയുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. നാട്ടികയിലെ പോളിംഗ് കണക്കുകളിൽ UDF അത്ഭുതം കാണുന്നു. ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച LDF ആശങ്ക കാണുന്നുമില്ല. ജയപരാജയങ്ങളെ CC മുകുന്ദൻ സ്വാധീനിക്കുമെന്ന് BJP നേതൃത്വവും പറയുന്നു. കൊടുങ്ങല്ലൂരിലെയും വടക്കാഞ്ചേരിയിലെയും കണക്കുകൾ പുതിയ വോട്ടർമാർ UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്നതിന്റെ സൂചനയായാണ് നേതൃത്വം വ്യാഖ്യാനിക്കുന്നത്. സംഘടനാപരമായി ശേഖരിച്ച വിവരങ്ങൾ വെച്ച് CPMും ഇവിടങ്ങളിൽ വിജയം ഉറപ്പിക്കുന്നു. മണലൂരാണ് കണക്കുകൾ ഇഴകീറി പരിശോധിക്കപ്പെട്ട മറ്റൊരു മണ്ഡലം. ചില അടിയൊഴുക്കുകളുടെ സൂചനകൾ BJP കാണുന്നുണ്ട്. എന്നാൽ ബൂത്ത് തല വിവരങ്ങൾ ക്രോഡീകരിച്ച UDF മണലൂരിനെ വിജയപട്ടികയിലേക്ക് ആദ്യമേ ചേർത്തു. അതേസമയം നേരിയ ആശങ്കയുണ്ടെങ്കിലും മണലൂരിന്റെ മനസ്സ് ഇടതിനെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലും തദ്ദേശ വിധിയുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ചാലക്കുടിയിൽ പിന്നോട്ട് പോയാലും ഇരിങ്ങാലക്കുട ഇടതിനൊപ്പമെന്ന് LDF ഉറപ്പിക്കുന്നു. കയ്പമംഗലം, പുതുക്കാട്, ചേലക്കര, കുന്നംകുളം മണ്ഡലങ്ങൾ LDF നിലനിർത്തുമെന്നാണ് താഴെ തലങ്ങളിൽ നിന്നും നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ അനുകൂല തരംഗം ആഞ്ഞുവീശിയാൽ പല കോട്ടകളും ഇത്തവണ നിലംപൊത്തുമെന്ന് UDFും ആത്മവിശ്വാസം കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് TCV. LDFന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മണ്ഡലത്തിൽ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും ആ തുടർച്ച നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLAയുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടതു ക്യാമ്പ് വിലയിരുത്തുന്നു. പരമ്പരാഗത ഇടതു വോട്ടുകൾക്ക് പുറമെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും ലഭിച്ചുവെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDFന്റെ പ്രധാന വിലയിരുത്തൽ. LDFന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ ഒപ്പമുണ്ടെന്നും UDF വിശ്വസിക്കുന്നു. പ്രചരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നു. ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDFനോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനം കൈപ്പൊങ്കലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. BDJSനും BJPക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയെ മാറാനും കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മണ്ഡലത്തിന്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നത് നിർണായക ഘടകമാണ്. ചില പഞ്ചായത്തുകളിൽ ഇന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച യുവ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ സ്വാധീനിച്ചേക്കാം. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അനുകൂലമാണെങ്കിലും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി പ്രവചിക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. TCV ന്യൂസ്, കയ്പമംഗലം. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPIയിൽ വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റായ തൃശൂർ കൈവിട്ടു പോകുമെന്നും CPI പ്രാഥമികമായി വിലയിരുത്തി. മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കണക്കുകളിലാണ് ഈ നിഗമനങ്ങൾ ഉള്ളത്. ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക മണ്ഡലങ്ങൾ ഉറപ്പാണെന്നും താഴെ തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രി J. ചിഞ്ചുറാണിയും കടുത്ത മത്സരം നേരിട്ടു. അതിനാൽ ഉറപ്പായും വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്ന 10 സീറ്റുകളിൽ ഒല്ലൂരും ചടയമംഗലവും ഉൾപ്പെടുത്തിയിട്ടില്ല. വിജയസാധ്യത കുറവായ സീറ്റുകളുടെ പട്ടികയിലാണ് പട്ടാമ്പിയും അടൂരുമുള്ളത്. തൃശൂരിനു പുറമെ സിറ്റിംഗ് സീറ്റുകളായ പീരുമേട്, നാദാപുരം മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെന്നും പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കിക്കുത്തി വന്നാലും നിലപാട് ഇനിയും പറയേണ്ടി വരുമെന്ന് മുഖപ്രസംഗത്തിൽ ദീപിക വ്യക്തമാക്കി. സഭയ്ക്കില്ല ഹിംസയുടെ കുപ്പിണിപ്പട്ടാളം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. പശ്ചിമേഷ്യൻ യുദ്ധസാഹചര്യവും വത്തിക്കാൻ നിലപാടുകളും വിശകലനം ചെയ്തും സ്റ്റാലിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുമാണ് FCRAയിൽ സഭയ്ക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെ ദീപിക പ്രതിരോധിക്കുന്നത്. വർഗീയതയുടെ ഏജന്റുമാരായ കേരളത്തിലെ രാഷ്ട്രീയ കവലച്ചട്ടമ്പികൾ ചരിത്രം മറക്കരുതെന്നാണ് ഓർമ്മപ്പെടുത്തൽ. അധികാരമുണ്ട്, കാണിച്ചു തരാമെന്നാണ് ഇത്തരം കവലച്ചട്ടമ്പിമാർ പറയുന്നത്. രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുതെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറഞ്ഞു. അധികാരമുഷ്കിൽ മനുഷ്യത്വത്തിന്റെ കഴുത്തുഞെരിക്കാൻ ശ്രമിച്ചവർ ചരിത്രത്തിലുടനീളം ആട്ടും തുപ്പുമേറ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. കേരളത്തിലും ഇതിന് പ്രസക്തിയുണ്ട്. എല്ലാവർക്കും വേണ്ടി എന്ന പേരിൽ പാസാക്കുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടിയ ചരിത്രവുമുണ്ട്. FCRA നിയമ ഭേദഗതി പാർലമെന്റിൽ പോലും ചർച്ച ചെയ്തില്ല. അതിനു പകരം ഞങ്ങളങ്ങ് നടപ്പാക്കും, നിങ്ങളാരാ ചോദിക്കാൻ, നിങ്ങൾ ചെറിയ ശതമാനമല്ലേയുള്ളൂ, അടങ്ങിയിരുന്നോണം തുടങ്ങിയ ഭീഷണികൾ വേണ്ട, വാ മൂടിക്കെട്ടാനാകില്ല. ഇനിയും പറയുമെന്നാണ് നിലപാടെന്നും ദീപിക വ്യക്തമാക്കി. PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമുള്ള മറുപടി കൂടിയാണ് ദീപിക നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, TCV. കണ്ടശാങ്കടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതിയിൽ BJP പോളിംഗ് ഏജന്റിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര ചുള്ളിയിൽ വീട്ടിൽ ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 205 നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. സംഭവ ദിവസം തന്നെ അന്തിക്കാട് ഇൻസ്പെക്ടർ VM കേഴ്സൺ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി സ്ഥാനാർത്ഥിയെ അസഭ്യം പറയുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ചെയ്തതായി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. മദ്യപിച്ച ഒരാൾ ബൂത്തിനകത്ത് ഏജന്റായിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു.
കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. ചിക്കമംഗ്ലൂരു ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് പേരാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത്. അതേസമയം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ ഉടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിക്കമംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. പഴുന്നാന റോഡിലുള്ള പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്നും പട്ടയെടുക്കുന്നതിനിടെയാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പ്രകോപിതനായ ആന ഇടയുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെയും ഉടമയുടെയും നേതൃത്വത്തിൽ സമീപത്തെ പുതുശ്ശേരി കുമാരന്റെ വീട്ടുമുറ്റത്ത് ആനയെ സുരക്ഷിതമായി തളച്ചു. സമയോചിതമായ ഇടപെടലുകൾ നടന്നതിനാൽ വലിയ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ല. നിലവിൽ ആന ശാന്തനാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉടമസ്ഥൻ അറിയിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യ വിരുദ്ധർ ചെളി തേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി താൽക്കാലികമായി സ്ഥാപിച്ച കവാടത്തിലും സമീപത്തെ ദീപസ്തംഭത്തിലുമാണ് ചെളി തേച്ച് വൃത്തികേടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സരയൂ തീരത്തെത്തിയ ആളുകളാണ് സംഭവം അറിഞ്ഞത്. ഇതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ദേവസ്വം അധികൃതരും സ്ഥലത്തെത്തി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വം അധികൃതർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാർ M, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് N ശങ്കരൻ, അന്തിക്കാട് CI ഖേഴ്സൺ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകിട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാത്ര സംഘടിപ്പിക്കും. ഉത്സവനാളുകളിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ വൈദ്യുതി തടസ്സം പതിവ്. പൊതുജനത്തെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുന്ന KSEBയുടെ നടപടിക്കെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത്. ഇക്കഴിഞ്ഞ പെരുന്നാൾ, കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷ ദിവസങ്ങളിലും ഇപ്പോൾ വിഷു ആഘോഷത്തിന് തൊട്ടുമുൻപുള്ള വ്യാപാരം കൂടുതൽ നടക്കുന്ന ശനിയാഴ്ചയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്ന പേരിൽ കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയതായി ആരോപിച്ചാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉത്സവകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കി വൈദ്യുതി വിതരണം സുഗമമാക്കണമെന്ന ന്യായമായ ആവശ്യത്തോട് ധിക്കാരപരമായാണ് KSEB അധികൃതർ പ്രതികരിച്ചതെന്ന് മർച്ചന്റ് അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, PM മുഹിയുദ്ദീൻ, MS സാജു, വിനോദ് കക്കറ, TP പ്രശാന്ത്, സുപ്രഭ ഉണ്ണികൃഷ്ണൻ, ത്രിദീപ് ഷിയാസ്, രാധാകൃഷ്ണൻ, നജീബ് എന്നിവർ നേതൃത്വം നൽകി. താരിഫ് കൊടുക്കുന്ന ആളുകളാണ് കൊച്ചു വ്യാപാരികൾ. പെട്ടിക്കടക്കാരൻ യൂണിറ്റിന് തിരുവില്ലാമല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. വാഹനം ഉപയോഗിക്കാതെ പൊടിയും മാറാലയും പിടിച്ച് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായാണ് ജില്ലാ പഞ്ചായത്ത് വാഹനം കൈമാറിയത്. എന്നാൽ വാഹനം ഉപയോഗിക്കാത്തതിനാൽ ബാറ്ററി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. വാഹനത്തിന് ഇതുവരെ ഡ്രൈവറെ ഏർപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കോ പാലിയേറ്റീവ് കെയർ ആവശ്യങ്ങൾക്കോ ഈ വാഹനം പ്രയോജനപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി എത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഴ്ചശീവേലിക്ക് ചൊവ്വല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്രസമിതി പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 19-നാണ് ബലരാമ ജയന്തി ആഘോഷം.
ഇടവേള. വാർത്തയിലേക്ക്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വൈലത്തൂർ സ്വദേശി തലക്കോട്ടൂർ ജോസ്, അക്കിക്കാവ് താഴിശ്ശേരി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5:30 പള്ളി റോഡിലാണ് അപകടം. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ തലപ്പുള്ളി സിന്ധു, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലാണ് അപകടം. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജുന ബസ് മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വാർഡിൽ പൈപ്പ് പൊട്ടി ജലനഷ്ടമുണ്ടാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി രജിതയുടെ വാർഡിലാണ് കുടിവെള്ളം പാഴാകുന്നത്. പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിച്ച് കുടിവെള്ള വിതരണം സുഗമമാക്കണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. INTUC മണ്ഡലം പ്രസിഡന്റ് വിജയൻ, നേതാക്കളായ ഷെൽവൻ, KG സന്തോഷ്, രമേശ്, സലീൽ, സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതുരുത്തിയിൽ കട തുറക്കാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പുതുശ്ശേരി സ്വദേശി കണ്ണംകുമരത്ത് 61 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ചെറുതുരുത്തി സെന്ററിലുള്ള രാമകൃഷ്ണന്റെ ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്ന വിജയൻ കട തുറക്കാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി വിഷു കാഴ്ചകളുമായി കണി കാണും നേരം. വിഷു ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷുക്കണി ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് വർണ്ണശോഭ വിതറി നാടെങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ. കേരളത്തിലെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവാഘോഷമാണ് ഓരോ വിഷുക്കാലവും. പ്രകൃതിയും മനുഷ്യനും കൃഷിയും കർഷകന്റെ മനസ്സും ഇഴചേർന്ന് കിടക്കുന്ന പൊൻപുലരിയിലേക്കാണ് ഓരോ വിഷുക്കാലവും മിഴി തുറക്കുന്നത്. മേടം 1-നാണ് സാധാരണഗതിയിൽ മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്തവണ ഏപ്രിൽ 14-ാം തീയതി രാവിലെ 8 മണിക്ക് ശേഷമാണ് മേടമാസം തുടങ്ങുന്നത്. അതിനാൽ 15-ാം തീയതി മേടം 2-നാണ് ഇത്തവണത്തെ വിഷു ആഘോഷം. വിഷുവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിരവധി ആചാരങ്ങളുണ്ടെങ്കിലും വിഷുക്കണി തന്നെയാണ് ഏറ്റവും പ്രധാനം. വിഷുക്കണി ഒരുക്കുന്നതിൽ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണിക്കൊന്ന പൂക്കൾ. സാധാരണ വേനൽക്കാലത്തെ വരവേൽക്കാൻ എന്നവണ്ണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൊന്നകൾ പൂക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കണിക്കൊന്നകൾ നേരത്തെ പൂത്തുലഞ്ഞു. പണ്ടൊക്കെ കണിക്കൊന്ന പൂത്ത് 45 ദിവസം കഴിയുമ്പോഴേക്കും മഴയെത്തുമായിരുന്നു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന ബഹുമതിയുള്ള കണിക്കൊന്ന പൂക്കൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അരഞ്ഞാണമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് വിഷുക്കണി ഒരുക്കത്തിലെ പ്രധാന ഇനമായി കൊന്നപ്പൂക്കൾ മാറിയത്. തൊടികളിലും നാട്ടുവഴികളിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ നയനമനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ കൃത്രിമ കണിക്കൊന്ന പൂക്കൾ വിപണിയിൽ സുലഭമാണെങ്കിലും പൈതൃകവും പാരമ്പര്യവും നിലനിർത്തി വിഷുക്കണി ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. TCV തൃശൂർ. വിഷു മുന്നിൽ കണ്ട് ഗ്രാമീണ മേഖലകളിൽ പടക്ക കച്ചവടം സജീവം. ശബ്ദം കുറച്ച് വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് മായനൂർ പാലത്തിന് സമീപം പടക്ക വ്യാപാരം നടത്തുന്ന വി ഷീജ പറഞ്ഞു. പടക്ക കമ്പനികളുടെ ബ്രാൻഡ് നോക്കിയുള്ള കച്ചവടം ഊർജിതമാണെന്നും ഷീജ കൂട്ടിച്ചേർത്തു. ഹോൾസെയിലായും റീറ്റെയിലായിട്ടും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. കറങ്ങുന്ന കമ്പിത്തിരി മുതൽ കറങ്ങുന്ന ചക്രം വരെ, പൂത്തിരിയും ചക്രവും കൂടി ഒരുമിച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഐറ്റംസുകൾ ഒക്കെ എല്ലാം
വെറൈറ്റി ആയിട്ട് ഒരുപാട് ഗുണമേന്മയോട് കൂടിയിട്ട് നല്ല ബ്രാൻഡുകൾ മാത്രമായിട്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ബ്രാൻഡഡ് കമ്പനികളായ അജന്ത, വനിത, യുവരാജ്, എലിഫന്റ്, സോണി എന്നീ കമ്പനികളുടെ വിവിധ തരം നമ്മുടെ സ്ഥാപനത്തിൽ വിപണിയിലുണ്ട്. ഹോൾസെയിലായും റീറ്റെയിൽ. ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛന്റെ നിര്യാണത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി യോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് കേണൽ PRM രവി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി P രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മായനൂർ പരിശുദ്ധ മനോഗുണമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പഴയന്നൂർ CI സുധിലാൽ നിർവഹിച്ചു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന, ലതീൻ നൊവേന എന്നിവ നടന്നു. ഇന്നും നാളെയുമാണ് തിരുനാൾ. സുകൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സുകൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസ മുഖ്യാതിഥിയായിരുന്നു. കലാഭവൻ മണി പുരസ്കാരം നേടിയ റിയ റൈനസ്, 60ന്റെ നിറവിലെത്തിയ നഗരസഭാ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് എന്നിവരെ ആദരിച്ചു. സുകൃതം സെക്രട്ടറി N രാജൻ, ബാലൻ വാർനാട്ട്, PI സൈമൺ, AV ജെൻസൺ, രാധാകൃഷ്ണൻ കരുമത്തിൽ, ലോറൻസ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാവനാട് വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യോഗം ചേർന്നു. വാർഡംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കോകില അധ്യക്ഷത വഹിച്ചു. ബേബി കൃഷ്ണൻ, രാധാമണി ഉണ്ണികൃഷ്ണൻ, KS അപ്പുക്കുട്ടൻ, സുബ്രഹ്മണ്യൻ പണ്ടാരപ്പറമ്പിൽ, MK ബാബു, രുക്മിണി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര സർവത്തോഭദ്രം കലാകേന്ദ്രത്തിന്റെ 8ാമത് വാർഷികാഘോഷം സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സുവർണ മുദ്ര പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരനും കർഷക ശ്രേഷ്ഠ പുരസ്കാരം കണ്ണൂർ സ്വദേശി ലെനീഷ് കീലേരിയും ഏറ്റുവാങ്ങി. AU ഋഷികേഷ് പണിക്കർ, AU രാഹുൽ പണിക്കർ, കലാമണ്ഡലം ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ലഹരിക്കെതിരെ കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കടവല്ലൂർ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കൂട്ടയോട്ടത്തിനുശേഷം കടവല്ലൂർ സെന്ററിൽ ക്ലബ് പ്രസിഡന്റ് ഷാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI മധു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജിത്ത്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ UP ശോഭന, ഗോപി, ക്ലബ്ബ് സെക്രട്ടറി നസീബ് എന്നിവർ സംസാരിച്ചു. അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ കേസിൽ മോചിതമാകാത്തത്. മൂക്കുപൊത്താതെ വീടിനകത്തും പുറത്തും കഴിയാനാകാത്ത ദുരവസ്ഥയിൽ ഒരു മുൻ അധ്യാപിക. മാള മാമ്പിള്ളി റോഡിൽ താമസിക്കുന്ന ലിസി ഡേവിസാണ് ദുരിതം അനുഭവിക്കുന്നത്. മാളച്ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 2 മാസം മുൻപുണ്ടായ കനത്ത മഴയിൽ വീടിനു മുന്നിലെ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിനാൽ വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാണ് ദുർഗന്ധം രൂക്ഷമായത്. കിണറിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചതുപ്പു സ്ഥലത്ത് മാലിന്യവും ഒഴുകിയെത്തിയിട്ടുണ്ടെന്നും ലിസി പറഞ്ഞു. ദുർഗന്ധത്തിനൊപ്പം കൊതുക് ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഏകദേശം 1.5 മാസം കഴിഞ്ഞു വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു മഴ ജനുവരി ലാസ്റ്റോട് കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. 24 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുക മാത്രമല്ല, ഇത് മാലിന്യം നിറഞ്ഞതും ദുർഗന്ധം.
ഇതുമൂലം കൊതുകിന്റെ വ്യാപനവും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി കിണർ വെള്ളം വരെ മലിനമാകുന്നു. പലതവണയായി പഞ്ചായത്തിലെ വേണ്ടപ്പെട്ട സെക്രട്ടറി, വാർഡ് മെമ്പർ, പ്രസിഡന്റ്, ഈ നാട്ടിലെ അത്യാവശ്യം പ്രമുഖരായ ആളുകൾ, ജില്ലാ മെമ്പർ, MLA, കളക്ടർ എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനുള്ള പരാതി കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുത്തു, ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. വെറുതെ ഒരു ലേശം കുമ്മായി ഇട്ടുപോയി. അതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യാവുന്നതുള്ളൂ. മാളച്ചാലിന്റെ വശങ്ങൾ പൂർണ്ണമായി കെട്ടി സംരക്ഷിക്കുകയും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥിരം തടയണ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി RDOക്ക് കൈമാറിയെന്നല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കം ചെയ്ത് ശുചീകരണം നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ലിസിയുടെ ആവശ്യം. TCV ന്യൂസ്, മാള. പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മന കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വാർഡ് മെമ്പർ PS രാധിക ഉദ്ഘാടനം ചെയ്തു. KR രജിൽ, KR രഞ്ജിത്ത്, പാടശേഖര സമിതി ഭാരവാഹികളായ സന്തോഷ് പാഴിയോട്ടുമുറി, ഷാജു പുലിക്കോട്ടിൽ, E ചന്ദ്രൻ, PE ബാബു, ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലന ക്യാമ്പ് തുടങ്ങി. ആർമിയിൽ സുബേദാർ മേജറും നിരവധി അന്തർദേശീയ, ദേശീയ മാരത്തോൺ മത്സരങ്ങളിൽ വിജയിയുമായ PM ഷാനവാസ് പാവറട്ടിയിൽ നിന്നും പറപ്പൂരിലേക്ക് പൊതുമരാമത്ത് റോഡിലൂടെ കായിക പ്രേമികളായ വിദ്യാർത്ഥികളോടൊപ്പം ഓടിവന്നാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ പോൾ തെക്കനാത്ത് അധ്യക്ഷത വഹിച്ചു. ആർമി സർവീസ് കോച്ച് CP ആൻഡോ, ഹെഡ്മാസ്റ്റർ AV ജോളി, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ഡിംപിൾ റോണി, കായികാധ്യാപകൻ മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc മൈക്രോബയോളജിയിൽ 2ാം റാങ്ക് നേടിയ സാന്ത്വനയെ വടക്കാഞ്ചേരി KSCB ഡിവിഷണൽ ഓഫീസ് ജീവനക്കാർ അനുമോദിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VA മനോജ് നേതൃത്വം നൽകി. തൃശൂർ സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയായ സാന്ത്വന തിരുവില്ലാമല കണ്ണിയാർക്കോട് സ്വദേശിനിയാണ്. പിതാവ് മോഹൻകുമാർ വടക്കാഞ്ചേരി KSCBയിലെ ഉദ്യോഗസ്ഥനാണ്. എളവള്ളി പീപ്പിൾ ഓഫ് നോർത്തിന്റെയും സാത്വിക ചിത്രകലാ പഠന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സമ്മർ ആർട്ട് ക്യാമ്പ് തുടങ്ങി. മുല്ലശ്ശേരി ബ്ലോക്ക് അംഗം TN ലെനിൽ സമ്മർ ആർട്സ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് അംഗം KR രഞ്ജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സ്കോളർഷിപ്പിന് അർഹയായ കലാകാരി നവ്യ നന്ദകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. അജിത് കുമാർ, നന്ദൻ എളവള്ളി, അശ്വിനി അജിത്, ജോൺസൺ നമ്പഴിക്കാട്, ശ്രീലജ എളവള്ളി, C അനീഷ് എന്നിവർ സംസാരിച്ചു. മ്യൂറൽ പെയിന്റിംഗ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നടന്ന പരിശീലനത്തിന് ജോൺസൺ നമ്പഴിക്കാട്, ശ്രീലജ എളവള്ളി, P വിജിത എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപികയായ M കൃഷ്ണപ്രിയയ്ക്ക് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സിൽ PhD ലഭിച്ചു. ഉല്ലാസവളവ് മുണ്ടഞ്ചേരി M കരുണാകരന്റെയും KC മായയുടെയും മകളാണ്. സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 14,010 രൂപയിലെത്തി. പവന് വില 360 രൂപ വർദ്ധിച്ച് 1,12,080 രൂപയായി. രാജ്യാന്തര വിലയിൽ വന്ന മാറ്റമാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ സമാധാന ചർച്ച തുടങ്ങിയതും പണപ്പെരുപ്പ് ഭീഷണി കുറഞ്ഞതും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിരുന്നു. സമാധാന ചർച്ചകൾ വിജയിച്ചാൽ വില ഇനിയും കുതിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിച്ചു. അതേസമയം സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ ചൂട് കൂടുകയാണ്. 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്.
MSW പരീക്ഷയിൽ സ്റ്റുഡന്റ് എക്സലൻസ് അവാർഡ് നേടിയ കരുമത്ര സ്വദേശി സീന സേവ്യറിനെ മഹാത്മാ സ്വയം സഹായ സംഘം അനുമോദിച്ചു. അമ്പലപ്പാട് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷനായി. NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, ജസ്റ്റിൻ പാണേങ്ങാടൻ, CO അലോഷ്യസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ വിതരണ കമ്പനിയായ ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും തൃശൂരിൽ നടന്നു. കമ്പനി ഡയറക്ടർമാരായ അനിൽകുമാർ, ബാബു വർഗീസ്, മധു നമ്പ്യാർ, വാണി അനിൽ, അനിത ബാബു, പ്രീതി മധു, സീനിയർ ജനറൽ മാനേജർ P സത്യനാരായണൻ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോമോൻ പല്ലൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഡീലേഴ്സ് മീറ്റിന് തുടക്കം കുറിച്ചു. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫിനാൻസ് ഡയറക്ടർ അനിൽകുമാറും പുതിയ സംരംഭമായ ടൈലോസ് മാർട്ടിനെക്കുറിച്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ ബാബു വർഗീസും വിശദീകരിച്ചു. ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഡയറക്ടർ മധു നമ്പ്യാർ 2025-26 സാമ്പത്തിക വർഷത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. 165ാമത് ഡീലർ അവാർഡ് ഡയറക്ടർ വാണി അനിൽകുമാറും ബെസ്റ്റ് ഡീലർ ഇൻ മാർക്കറ്റിംഗ് പെർഫോമൻസ് അവാർഡ് ഡയറക്ടർ അനിത ബാബുവും സമ്മാനിച്ചു. കൂടാതെ മികച്ച വിൽപ്പനയ്ക്കുള്ള അവാർഡ്, പുതിയ ഡീലർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച പെർഫോമിംഗ് ഡീലർക്കുള്ള 1ാം സമ്മാനമായ 50,000 രൂപയും മെമന്റോയും ഓട്ടോ മൊബൈൽസ് പെരിന്തൽമണ്ണ കരസ്ഥമാക്കി. 2ാം സമ്മാനമായ 30,000 രൂപയും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം ഗ്രീൻ എവല്യൂഷൻ മലപ്പുറവും, 3ാം സമ്മാനമായ 20,000 രൂപയും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം 92.1 CM മോട്ടോഴ്സ് കൊല്ലവും നേടി. ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജോമോൻ പല്ലൻ, പുതിയതായി ചുമതലയേൽക്കുന്ന ജനറൽ മാനേജർ ശ്രീറാം അനിൽകുമാർ, പുനീത് സൂഡ്, പ്രജിൻ, AK ഹരീന്ദ്രനാഥൻ, നയീദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈലോസ് കുടുംബാംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരത്തുകൾ ഹരിത സൗഹാർദ്ദമാക്കി പുതിയ തലമുറയുടെ യാത്രകൾക്ക് ശക്തി പകർന്ന് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി മുന്നേറുന്ന ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. 150 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ടൈലോസ് സ്കൂട്ടറുകൾക്ക് കിലോമീറ്ററിന് വെറും 10 പൈസ മാത്രമാണ് ചിലവ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9497180488. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ നിലപാട് ഘടിപ്പിച്ച കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. FCRA-യെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തിവന്നാലും നിലപാടിനിയും പറയേണ്ടി വരുമെന്ന് ദീപിക. കണ്ടശാങ്കടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര സ്വദേശി ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യ വിരുദ്ധർ ചെളി തേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ